ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ദേവീ പ്രസീദ ഭുവനേശ്വരി ലോകമാതേ. ശ്രീ ശാരദേ തവ പദം പണിയുന്നു നിത്യം. നീയുള്ളവൾക്കു തുണയായ ദിവോടെയെന്നും നാവിൽ വന്നു വിളയാടുക വേണമമ്മേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. നമ്മളങ്ങനെ ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി ഈ രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എപ്പിസോഡുകളിലായിട്ട് ഒന്നാമത്തെ സ്കന്ധം നമ്മൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നു. അതിൽ വ്യാസന്റെ ജന്മവൃത്താന്തം ആണ് വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം. ഋഷികൾ സൂതനോട് വീണ്ടും ചോദിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം, കഥ കേട്ടോണ്ടിരിക്കണം. അതാണ്, ഹേ സൂത സുമതേ, അങ്ങ് പറഞ്ഞതൊക്കെ കേട്ട് ഞങ്ങളുടെ സംശയം വർദ്ധിക്കുന്നു. സംശയം തീരുകയല്ല കേട്ടോ, ഈ പറയുന്ന കേട്ട് ഞാൻ സംശയം വർദ്ധിക്കലാണ് അവർക്ക്. വളരെ രഹസ്യ സ്വഭാവമുള്ള ആ കഥകൾ കേട്ട് ഞങ്ങൾക്ക് അത്ഭുതവും തോന്നുന്നു. വ്യാസമഹർഷിയുടെ അമ്മയാണ് സത്യവതി എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആ ദേവിയെ ശന്തനു രാജാവ് വേളി കഴിച്ചു എന്നും അങ്ങ് പറയുകയുണ്ടായി അല്ലെ. അവൾക്ക് 2 പുത്രന്മാർ ഉണ്ടായി എന്നും അവിടുന്ന് പറഞ്ഞു. ആ കഥയും വ്യാസമഹർഷിയുടെ ജനന വൃത്താന്തവും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാം ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു തരണേന്ന് അവരാവശ്യപ്പെട്ടു ഋഷികള്. അപ്പൊ സൂതമഹാശയം പറയുന്നു, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ പരാശക്തിയെ മനസാ സ്മരിച്ച് ഞാൻ ആ പുരാണ കഥകൾ പറയാൻ തുടങ്ങാം. ആരുടെ മന്ത്രങ്ങളാണോ യാഥാർത്ഥ്യത്തിൽ ജപിക്കുന്നത്, വിശേഷിച്ച് വാഗ്ബീജമന്ത്രം ജപിക്കുന്നത്, അവന് ശാശ്വതമായ സിദ്ധികളും സർവ അഭിഷ്ടങ്ങളും നൽകുന്ന ആ മഹാമായ എല്ലാ കാമനകളും സാധിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും മനസാ സ്മരിക്കാമെന്ന് സൂതമഹാശയൻ അവരോട് പറഞ്ഞു. എന്നിട്ട് പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് വളരെ ധർമ്മിഷ്ഠനായ ഉപരിചരൻ എന്ന പേരുള്ള രാജാവ് ചേതി രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം സത്യവ്രതനും ഭൂമിയിലെ ദേവന്മാരായ ബ്രാഹ്മണരെ യഥാവിധി പൂജിക്കുന്നവനുമായിരുന്നു. വലിയ സത്യനിഷ്ഠയുള്ള ആളാണ് അദ്ദേഹം. എല്ലാവരെയും ബ്രാഹ്മണന്മാരെ ഈശ്വര തുല്യം കണ്ട് പൂജിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ ഒരു വിമാനം അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. സാധാരണഗതിയിൽ ഇന്ദ്രന് പേടിയാണ് ആരെങ്കിലും തപസ് ചെയ്യുമ്പോൾ. അദ്ദേഹത്തിന്റെ തപസ്സിൽ പേടിയുണ്ടായില്ല. അതുപോലെ ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്തു. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ആ വിമാനം യജമാനന്റെ ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കുവാൻ കഴിവുള്ളതായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടെ ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഉപരിചരൻ എന്ന പേരും ലഭിച്ചു. ഉപരിചരൻ വസു. രാജ്യമൊട്ടാകെ അദ്ദേഹത്തിന്റെ യശസ് അങ്ങനെ വ്യാപിക്കുകയാണ്. അത്രയും ഗംഭീരാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പത്നി വളരെയധികം രൂപലാവണ്യമുള്ളവളും കുലീനയുമായിരുന്നു. തേജസ്വിയായ അദ്ദേഹത്തിന് 5 പുത്രന്മാർ ജനിച്ചു. അവർ രാജ്യം ഭരിക്കാൻ പ്രാപ്തരായപ്പോൾ രാജാവ് അവരെ 5 രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു. 5 മക്കൾക്ക് 5 രാജ്യം, ഓരോ മകന് ഓരോ രാജ്യമായിട്ട് അങ്ങനെ വീതിച്ചു കൊടുത്തു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ ഋതുസ്നാനം കഴിഞ്ഞ് പുത്രാഭിലാഷിയെ രാജാവിന്റെ സമീപം അണഞ്ഞു വീണ്ടും. എന്നാൽ പിതാവ് ആ സമയത്ത് നായാട്ടിന് പോകാനും പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ, അച്ഛൻ പറഞ്ഞതല്ലേ അനുസരിക്കേണ്ടത്. ഭാര്യയുടെ അഭിലാഷവും അച്ഛന്റെ വാക്കും ഓർത്തപ്പോൾ പിതൃവാക്യത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. സാധാരണ രാജാക്കന്മാരെന്ന് അച്ഛൻ പറഞ്ഞത് പിന്നെ ചെയ്യുക, ഭാര്യ പറഞ്ഞത് ആദ്യം ചെയ്യാൻ ജയിക്കൂലേ. രാജാക്കന്മാരായാലും സാധാരണ മനുഷ്യന്മാരായാലും അങ്ങനെയല്ലേ. ഇദ്ദേഹം അങ്ങനെയല്ല. അങ്ങനെ നായാട്ടിന് പുറപ്പെട്ടു. പിതാവിന്റെ വാക്കുകൾക്ക് അത്യധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഗുരുത്വമുള്ള പുത്രനായിരുന്നു അദ്ദേഹം. അങ്ങനെ മഹാലക്ഷ്മിയെ പോലെ സുന്ദരിയായ പത്നിയെയും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് രാജാവ് കാട്ടിൽ സഞ്ചരിച്ചത് കേട്ടോ. പത്നിയുടെ നിരന്തരമായ സ്മരണയിൽ രാജാവിന്റെ രേതസ് സ്ഖലിക്കുകയുണ്ടായി. ആ രേതസ് വൃഥാവിലാവാതിരിക്കാൻ രാജാവ് ആ രേതസിനെ ഒരു ആലിലയിൽ പൊതിഞ്ഞ്
ഒരു പരുന്തിന്റെ കയ്യിൽ തന്റെ ഭാര്യയുടെ അടുത്തെത്തിക്കാൻ ഏൽപ്പിച്ചു. ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കേൾക്കുന്നവർക്ക് ഒരു ഒരു തമാശയായി തോന്നാമായിരിക്കും. പക്ഷെ പണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രാജാവ് പരുന്തിനോട് പറഞ്ഞല്ലോ, മഹാശയ, ഈ കുമ്പിളന്റെ ഭാര്യാഗൃഹത്തിൽ വേഗം എത്തിക്കണം. അവൾ ഋതുസ്നാനം കഴിഞ്ഞ് പുത്രവാഞ്ചയോടുകൂടി ഇരിക്കുകയാണ്, ഇത് അവൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞു. രാജാവ് കൊടുത്ത കുമ്പിളുമായി പരുന്ത് രാജാവിന്റെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി പറന്നു. ഇത് കണ്ട് വേറൊരു പരുന്തുണ്ടല്ലോ, ഇത് മാംസം എന്തോ തിന്നേണ്ട സാധനം, മാംസമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് കൈക്കലാക്കാൻ വേണ്ടി അവർ തമ്മിൽ ശണ്ഠ കൂടി. ഇതിനിടയിൽ ആ കുമ്പിള് സാധാരണയല്ലേ, തമ്മിൽ കൊത്തുന്ന സമയത്ത് കുപ്പിലുള്ളത് താഴെ വീഴുമല്ലോ. ആ കുമ്പിള് യമുനാ നദിയിൽ പതിച്ചു. പരുന്തുകൾ അവരുടെ വഴിക്ക് പറന്നു പോവുകയും ചെയ്തു. ആ സമയത്താണ് അദ്രിക എന്നൊരു അപ്സരസ് യമുനയിൽ ജലകേളിക്ക് ഇറങ്ങിയിരുന്നു. ആ ജലകേളിക്കിടയിൽ സന്ധ്യാവന്ദനത്തിന് നദിയിലിറങ്ങിയ ഒരു ബ്രാഹ്മണന്റെ കാലിൽ അദ്രിക ചെന്ന് പിടിച്ചു വലിച്ചു. ഉടനെ ബ്രാഹ്മണൻ അദ്രികയെ ശപിച്ചു, നീ ഒരു മത്സ്യമായി പോകട്ടെ, അല്ലെങ്കിൽ എന്ത് സന്ധ്യാവന്ദനത്തിനോ വന്ന ബ്രാഹ്മണനിലുണ്ടോ അങ്ങനെ പിടിച്ചു വലിക്കുക. അങ്ങനെ മത്സ്യമായി മാറി അദ്രിക നദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സമയത്ത് പരുന്തിന്റെ കയ്യിൽ നിന്ന് പതിച്ച് ഉപരിചരന്റെ രേതസ് ഭക്ഷിക്കാനിടയായി. കൃത്യമായിട്ട് അതാണ് ദൈവേച്ഛ എന്ന് പറയുന്നത്. ഈ അദ്രികയുടെ അടുത്താണ് വന്നു വീണത് എന്ന് പറയുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു മുക്കുവൻ മീൻ പിടിക്കാൻ വലയിട്ടപ്പോൾ 10 മാസം ഗർഭിണിയായ മത്സ്യസുന്ദരി മുക്കുവന്റെ വലയിൽപ്പെട്ടു. ആ മത്സ്യത്തിന്റെ വയറ് കീറിയപ്പോൾ 2 മനുഷ്യ കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ടു. 2 എണ്ണം, ഒന്നുമല്ല. സുന്ദരനായ ഒരു ആൺകുട്ടിയും അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയും ആയിരുന്നു. മുക്കുവൻ ആ കുട്ടികളെ എടുത്ത് രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് ആൺകുഞ്ഞിനെ മാത്രം എടുത്ത് പെൺകുഞ്ഞിനെ മുക്കുവനെ തന്നെ ഏൽപ്പിച്ചു. ഇതിന് നീ കൊണ്ടുപോയിക്കാനൊക്കെ വേണ്ട, പെണ്ണുങ്ങളെ ആയിരിക്കും വേണ്ടല്ലോ, അധികം പറ്റല്ലേ, അതുകൊണ്ട് നീ തന്നെ ഇതിനെ കൊണ്ടുപോയിക്കോ, മറ്റേതിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആൺകുട്ടീനെ രാജാവ് വെച്ചു. പെൺകുട്ടിയും മുക്കുവനും കൊടുത്തു. ആ ആൺകുഞ്ഞാണ് സത്യപരാക്രമിയായ മത്സ്യൻ എന്ന രാജാവ്. അവൻ പിതാവായ ഉപരിചരനെ പോലെ തേജസ്വിയായി വളർന്നു. പെൺകുട്ടിക്ക് മുക്കുവൻ കാളി എന്ന പേരും നൽകി. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ജനിച്ചതുകൊണ്ടും മത്സ്യഗന്ധം ഉണ്ടായതുകൊണ്ടും മത്സ്യോദരി എന്ന പേരും മത്സ്യഗന്ധി എന്നും അവളെ വിളിച്ചു. അങ്ങനെ ആ ശുഭാംഗി വസുപുത്രി ദാശഗൃഹത്തിൽ വളർന്നു. മത്സ്യത്തിന്റെ ഗന്ധം നല്ലോണം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. അപ്പ ഋഷികൾ ചോദിക്കുകയാണ്, മുനിശാപം കൊണ്ട് മത്സ്യമായി തീർന്ന അദ്രിക എന്ന അപ്സരസ് മുക്കുവന്റെ വലയിൽപ്പെട്ട് മരിച്ചു എന്നങ്ങ് പറഞ്ഞല്ലോ, പിന്നെ അവൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? അതറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സൂതൻ പറയുന്നു, വിപ്രന്റെ ശാപം കേട്ട് അദ്രിക ദീനയായി കരഞ്ഞുകൊണ്ട് മുനിയെ സ്തുതിച്ചു. ദീനവത്സലനായ ബ്രാഹ്മണൻ അവളോട് പറഞ്ഞു, ഭദ്രേ, നീ വ്യസനിക്കണ്ടാട്ടോ, ഞാൻ കോപം കൊണ്ട് ശപിച്ച നീ മത്സ്യമായി തീരുമെങ്കിലും 2 മനുഷ്യ കുട്ടികളെ പ്രസവിച്ച് മുക്തയായി ഭവിക്കുമെന്ന് ശാപമോക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ അനുഗ്രഹം കൊണ്ട് മുക്കുവൻ വയറ് കയറി കുട്ടികളെടുത്തപ്പോൾ മരിച്ചുപോയവൾ വീണ്ടും ദിവ്യരൂപം ധരിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുലീന കുടുംബത്തിലെ സന്തതിയായ കാളി എന്നും മത്സ്യഗന്ധി എന്നും പേരുള്ള ആ വരവർണ്ണിനി ദാശഗൃഹത്തിൽ വളർന്നു. അതിസുന്ദരിയായിരുന്നു കുട്ടി. ആ ബാലിക കൗമാരവും കടന്ന് യൗവനപ്രായമായപ്പോൾ അതീവ സുന്ദരിയായി തീർന്നു. അവൾ ദാശഗൃഹത്തിൽ അച്ഛനെ ശുശ്രൂഷിച്ച് സുഖമായി താമസിച്ചു. ഇങ്ങനെ മത്സ്യഗന്ധോൽപത്തി എന്ന 1ാമത്തെ അധ്യായം നമ്മൾ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇനിയാണ് വേദവ്യാസന്റെ ജനനം വർണ്ണിക്കുന്നത്. 2ാമത്തെ അധ്യായത്തില് മഹാതേജസ്വ പരാശര മഹർഷി ഒരു ദിവസം തീർത്ഥയാത്രക്കിടയിൽ കാളിന്തി തീരത്തെത്തി. ഊണ് കഴിക്കാൻ ആരംഭിച്ച ദാശനോട് തന്നെ തോണിയിൽ അക്കരക്കെത്തിക്കാൻ പറഞ്ഞു. കരയിൽ ഊൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദാശൻ തന്റെ മകളായ മത്സ്യഗന്ധിയെ വിളിച്ചു പറഞ്ഞു, മകളെ, ഈ മുനിശ്രേഷ്ഠൻ അക്കരക്ക് പോകാൻ ആഗ്രഹിച്ചു വന്നതാണ്. അദ്ദേഹത്തിന് തോണിയിൽ അക്കരക്ക് എത്തിച്ച് തിരിച്ചു വരൂട്ടോ എന്ന് പറഞ്ഞു മകളോട്. അച്ഛന്റെ കൽപ്പന അനുസരിച്ച് മത്സ്യഗന്ധിയായ വസുപുത്രി മുനിയെ തോണിയിൽ കയറ്റി തുഴയുവാൻ ആരംഭിച്ചു. മനസ്സ് മാരമാൽ കൊണ്ട് പരവശമായി. ഈശ്വരേച്ഛ എന്നോണം ആ സുന്ദരി ഏകാന്തത്തിൽ കണ്ടപ്പോൾ പരാശര മുനിക്ക് മനസ്സ് മാരമാൽ കൊണ്ട് പരവശമായി. അവളുടെ നിറ യൗവനം കണ്ട് മുനി അവളെ
സ്വീകരിക്കാൻ വേണ്ടി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്ന് തന്റെ വലങ്കൈ കൊണ്ട് അവളുടെ വലങ്കൈയിൽ മൃദുവായി സ്പർശിച്ചു. ആ സുന്ദരി മുനിയോട് പുഞ്ചിരിയോടുകൂടി ചോദിച്ചു, അങ്ങ് വസിഷ്ഠകുലത്തിൽ ജനിച്ച മഹാത്മാവല്ലേ? അങ്ങയുടെ കുലത്തിനും തപസ്സിനും ചേർന്നതാണോ ഈ പ്രവൃത്തി? അല്ലയോ ധർമ്മജ്ഞ, മനുഷ്യജന്മം തന്നെ ദുർലഭമാണ്, പ്രത്യേകിച്ചും ബ്രാഹ്മണ ജന്മം. ശീലം, കുലം, ശാസ്ത്ര ചിന്തനം എന്നിവ കൊണ്ട് നീതിമാനായ ബ്രാഹ്മണ ശ്രേഷ്ഠനായ അങ്ങ് മത്സ്യത്തിന്റെ ഗന്ധമുള്ള എന്നെ സമീപിച്ചാൽ അങ്ങയുടെ ശ്രേഷ്ഠതക്ക് അത് ആവുകയില്ലേ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട്. അപ്പൊ അവള് ചിന്തിച്ചു, മാരമാലയത്തെ ബ്രാഹ്മണൻ എന്നെ പരിഗ്രഹിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. കാമശരത്താൽ ബുദ്ധിക്ക് മാന്ദ്യം ഭവിച്ച ഈ ബ്രാഹ്മണന്റെ ശ്രമം ആർക്കാണ് തടയുവാൻ സാധിക്കുക? ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ആ സുന്ദരി മുനിശ്രേഷ്ഠനോട് പറഞ്ഞു, അല്ലയോ മഹാമതി, അങ്ങേ ഞാൻ അക്കരയ്ക്ക് കടത്തിക്കോട്ടെ? ഇത് കേട്ട് മുനി അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നു. അവർ നദിക്ക് അക്കരെ എത്തി. മുനിക്ക് പിന്നെയും തന്റെ കാമത്തിനെ അടക്കാൻ സാധിക്കാതെ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ആ സുന്ദരി പരിഭ്രമം കൊണ്ട് മുടി വരക്കുന്നുണ്ടായിരുന്നു പാവം. അവൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങേക്ക് എന്റെ ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന മത്സ്യഗന്ധത്തോട് ആർത്തി തോന്നുന്നില്ലേ മഹാശയ? തുല്യ രൂപത്തോടുകൂടിയുള്ളവരോടുള്ള ഭോഗം മാത്രമേ ശോഭനമാവൂ എന്ന് ഈ പെൺകുട്ടി കാഴ്ചക്ക് വെറും ഒരു മുക്കുവ പെൺകുട്ടിയാണല്ലോ, അങ്ങനെ ചോദിച്ചു. പ്രകാരം പറഞ്ഞ ആ സുന്ദരിയെ നിമിഷ നേരം കൊണ്ട് പരാശര മഹർഷി കസ്തൂരി ഗന്ധമുള്ളവളാക്കി. പോരെ, ആ സുഗന്ധം ഒരു യോജനയോളം ദൂരം വ്യാപിക്കുകയും ചെയ്തു. വീണ്ടും കാമപരവശനായ മുനി അവളുടെ വലം കൈയിൽ പിടിച്ചു ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ പകൽ സമയമല്ലേ മഹാമുനി? മാത്രമല്ല ജനങ്ങൾ കാണുകയും ചെയ്യും. അച്ഛൻ അക്കരയിൽ നിൽക്കുന്നുമുണ്ട്. എല്ലാം കൊണ്ടും ഒരു ശരിയല്ല സംഭവം എന്ന് അവള് പറയുന്ന അദ്ദേഹത്തോട്. മൃഗങ്ങളല്ലേ സമയവും സ്ഥലവും നോക്കാതെ വീഴ്ച നടത്തുക. ഏതായാലും രാത്രി വരെ കാത്തിരിക്കുക. മനുഷ്യർക്ക് സുരതം രാത്രിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പകലല്ല. പകൽ സമയത്തായാൽ ദോഷവും സംഭവിക്കും, ജനങ്ങൾ അറിയുകയും ചെയ്യും. ലോകനിന്ദ അസഹ്യനീയമാണ്. കുറച്ചു നേരം കൂടി കാമത്തെ നിയന്ത്രിച്ച് കാത്തിരിക്കുക എന്ന് അവൾ വീണ്ടും അദ്ദേഹത്തോട് പറയുകയാണ്. യുക്തിയുക്തമായ അവളുടെ വാക്കുകൾക്ക് പരാശര മഹർഷി തന്റെ തപശക്തി കൊണ്ടും എന്ത് സൃഷ്ടിച്ചൂടെ? മൂടൽ മഞ്ഞ് സൃഷ്ടിച്ചു. ആ മഞ്ഞ് കാരണം അവിടെ ആകെ ഇരുട്ടായി. പിന്നെയും അവൾ മുനിയോട് പറഞ്ഞു, അങ്ങ് എന്നോടുള്ള സംഗമം കഴിഞ്ഞാൽ തിരിച്ചു പോകും. അങ്ങയുടെ വീര്യം വ്യർത്ഥമാവുകയുമില്ല. അങ്ങയിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ചാൽ ഞാൻ അച്ഛനോട് എന്താണ് പറയുക മഹർഷി? പിന്നെ എനിക്ക് ആരാണ് ആശ്രയമുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നീ എന്റെ കാര്യം സാധിപ്പിച്ചു കഴിഞ്ഞാലും നിന്റെ കന്യകാത്വം നഷ്ടപ്പെടുകയില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിക്കുക. അവൾ പറഞ്ഞു, ആരും അറിയാതെയും എന്റെ കന്യകാത്വം നഷ്ടപ്പെടാതെയും അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യുക. അങ്ങേക്ക് സദൃശനായ തേജസ്വിയായ ഒരു പുത്രൻ എനിക്കുണ്ടാവണം. ഈ യൗവനവും സുഗന്ധവും എന്നെന്നും നിലനിൽക്കുകയും വേണമെന്ന് ഇവള് വരം വാങ്ങി അദ്ദേഹത്തിനോട്. അദ്ദേഹം പറഞ്ഞു, പരാശരൻ, സുമനോഹരി, ശുഭേ, വിഷ്ണുവിന്റെ അംശത്തോടു കൂടി ഒരു പുത്രൻ നിനക്ക് ജനിക്കും. അവൻ 3 ലോകത്തിലും വിശ്രുതനായിത്തീരും. എനിക്ക് ഇതേവരെ ഇത്തരത്തിലുള്ള കാമം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനെന്തോ ഒരു കാര്യം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവലോകത്തിൽ അപ്സരസുകളെ കണ്ടിട്ട് പോലും എന്റെ മനസ്സിന് ലക്കം തട്ടിയിട്ടില്ല. ദൈവനിശ്ചയം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മോഹം എന്നിൽ ഉളവായത്. ദൈവഹിതം ലംഘിക്കാൻ ആരാലും സാധ്യമല്ലല്ലോ. അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന നിന്നിൽ ഞാൻ മോഹാർത്തനാകുമോ? നിനക്ക് ജനിക്കുന്ന പുത്രൻ പുരാണകർത്താവായി തീരും. വേദം രചിച്ച് വ്യസിക്കും. വേദജ്ഞൻ എന്ന പേർ സമ്പാദിച്ച് പ്രസിദ്ധനായിത്തീരും. ഇത്രയും പറഞ്ഞു മുനി അവളുമായി സംഗമിച്ചു. കാളിന്തി തടത്തിൽ പോയി കുളിച്ച് ദേഹശുദ്ധി വരുത്തി പരാശര മഹർഷി യാത്രയാവുകയും ചെയ്തു. താമസ്യാതെ സത്യവതി ഗർഭിണിയായി. ആ യമുനാദ്വീപിൽ സത്യവതി കാമദേവൻ സമനായ ഒരു കുമാരൻ ജന്മം നൽകി. പ്രസവിച്ച ഉടനെ തന്നെ ആ ബാലൻ തേജസ്വിയായി. വളർന്നു വരുംതോറും ആ ബാലൻ തപസ്സിൽ തന്നെ ഉറച്ചു നിന്നു. വീര്യവാനായി വളർന്ന ആ ബാലൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അല്ലയോ മഹാഭാഗ്യ മാതാവേ, ഞാൻ തപസ്സിന് പോകുകയാണ് കേട്ടോ. അമ്മയും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടത് ചെയ്താലും അമ്മ എപ്പോൾ എന്നെ സ്മരിക്കുന്നുവോ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എത്തും. അമ്മ വ്യസനം കൂടാതെ യാത്രയായാലും എന്ന് ഈ പുത്രൻ അമ്മയോട് പറഞ്ഞു. ആ ബാലനാണ്
വേദവ്യാസ മഹർഷിയായത്. വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് വ്യാസന് വേദവ്യാസൻ എന്ന പേർ വന്നത്. ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായൻ, കറുത്തത് കൊണ്ട് കൃഷ്ണനെന്നും, യമുനാ നദിയുടെ ദ്വീപിൽ ഉണ്ടായത് കൊണ്ട് ദ്വൈപായനിൽ നിന്നും, അത് അങ്ങനെ വേദവ്യാസനെന്നും കൃഷ്ണദ്വൈപായൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു. വ്യാസൻ പോയ ശേഷം സത്യവതി അച്ഛന്റെ അടുത്തേക്ക് പോയി. വ്യാസനാകട്ടെ വിഷ്ണുവംശമായതുകൊണ്ട് പ്രസവിച്ച ഉടനെ വളർന്നു വലുതായി. തീർത്ഥം തോറും സഞ്ചരിച്ച് തപം ചെയ്ത് സിദ്ധി കൈവരിച്ചു. എന്ന് പറയുന്നു. ആ പരാശരന് രാശവത്തിൽ ലഭിച്ച ദ്വൈപായനാണ്. അദ്ദേഹം കലികാലം വന്നു ചേർന്നത് കണ്ട് വേദം രചിച്ച് വ്യസിച്ചു. 18 പുരാണങ്ങൾ രചിച്ചു, ഒന്നും രണ്ടും അല്ല. പിന്നീട് മഹാഭാരതവും രചിച്ചു. ശിഷ്യന്മാരായ സുമന്തു, പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, ദേവലൻ, അസിതൻ, സുഗൻ എന്നിവർക്കായി വേദം പങ്കുവെച്ചു കൊടുത്തു അദ്ദേഹം. മുനിമാരെ, കാളിയെ പറ്റിയും അവളുടെ പുത്രനായ വ്യാസന്റെ ജന്മത്തെയും പറ്റി ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ? മഹത്തുക്കളുടെ ചരിത്രങ്ങളിൽ ഒട്ടും സംശയം പാടില്ല കേട്ടോ. ആ ചരിത്രങ്ങളിലുള്ള ഗുണവശങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണമില്ലാതെ കാര്യമുണ്ടാകയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കാളിമീനിന്റെ വയറ്റിൽ ജനിച്ചതും ആ മത്സ്യഗന്ധിയെ പരാശരനും ചന്ദനവും പ്രാപിച്ചതിനും ഉചിതമായ കാരണങ്ങളുണ്ട്. കാമാർത്ഥനായത് കൊണ്ടല്ല പരാശരമൻ സത്യവതിയെ പ്രാപിച്ചത്. ഓരോന്നിനും ഓരോ കാരണമുണ്ടാകും. മാന്യന്മാർക്ക് ചേരാത്തത് ധർമ്മജ്ഞന്മാർ ചെയ്യുകയില്ല. വ്യാസന്റെ ജനനത്തിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുക. വിസ്മയാവഹം എന്നല്ലാതെ എന്തു പറയാൻ? ഈ ആഖ്യാനം കേൾക്കുന്നവൻ പാപവിമുക്തനായി കീർത്തിമാനായി തീരുമെന്നൊരു ഫലശ്രുതി കൂടി ഇതിന് വെച്ചിട്ടാണ്. പോരാ, ദുർഗതിന് സംഭവിക്കുകയില്ല, ഒരു സംശയവും വേണ്ട എന്നുള്ള ആ ഒരു ഫലശ്രുതിയും കൂടി ഈ വ്യാസോൽപ്പത്തി എന്ന 2-ാം അധ്യായത്തിനുണ്ട്. അങ്ങനെ നമ്മളിനി 3-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ശന്തനുവും ഗംഗയും തമ്മിലുള്ള വിവാഹം അത് വേണ്ടേ? അല്ലെ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഉണ്ടാവുകയുള്ളൂ. ഋഷികള് ചോദിക്കാൻ തുടങ്ങി. മഹാതേജസ്വിയായ വ്യാസന്റെ അമ്മയും രാശപുത്രിയുമായ സത്യവതിയുടെ കഥയും അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തന്നു. എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നു. വ്യാസന്റെ അമ്മ സത്യവതിയെ ധർമ്മവിത്തായ ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്തത് എങ്ങനെയാണ്? കുലമഹിമയില്ലാത്ത ദാശപുത്രി വെറും ഒരു മുക്കുവന്റെ മകളല്ലേ? ശന്തനു രാജാവിന്റെ ആദ്യ പത്നി ഭീഷ്മരുടെ അമ്മയാണെന്ന് കേട്ടിട്ടുണ്ട്. ബുദ്ധിമാനായ ഭീഷ്മർ വസുക്കളുടെ അംശമായത് എങ്ങനെയാണ്? ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ തീരൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ശന്തനു മഹാരാജാവിന്റെ മരണശേഷം സത്യവതിയുടെ പുത്രനായ ചിത്രാംഗതനെ രാജാവാക്കി ഭീഷ്മർ അഭിഷേകം ചെയ്തു. പിന്നീട് ചിത്രാംഗതൻ മരിച്ച സമയത്ത് വിചിത്രവീരനെയും ഭീഷ്മർ തന്നെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു എന്നും അങ്ങ് പറഞ്ഞുവല്ലോ. ധർമ്മിഷ്ഠനും രൂപവാനുമായ മൂത്തപുത്രൻ ഭീഷ്മർ ഇരിക്കെ എങ്ങനെയാണ് ഈ അനുജന്മാർ രാജാവായത്? അത് രാജാക്കന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ലല്ലോ. മൂത്തപുത്രനല്ലേ രാജ്യം കിട്ടേണ്ടത്. വിചിത്രവീരൻ മരിച്ചതിന് ശേഷം ദുഃഖിതയായ സത്യവതി പുത്രവധുക്കളിൽ വ്യാസനെ കൊണ്ട് പുത്രോത്പാദനം നടത്തിച്ചു എന്നും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സത്യവതി ഭീഷ്മർക്ക് രാജ്യം നൽകാതിരുന്നത്? ഭീഷ്മർ വിവാഹം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഭീഷ്മരുടെ ഉപദേശപ്രകാരമാണ് അമിത തേജസ്വിയായ വ്യാസൻ സത്യവതിയുടെ പുത്രവധുക്കളിൽ പുത്രോത്പാദനം നടത്തിയത്. വേദപണ്ഡിതനും തേജസ്വിയുമായ വ്യാസനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ ഞങ്ങളില് ഉദിച്ചു നിൽക്കുന്ന സംശയങ്ങളാണ്. അതും തന്റെ സഹോദര പത്നിമാരിൽ പുത്രോത്പാദനം നടത്തിയത് അധർമ്മമല്ലേ? വേദം വ്യസിച്ച മഹാഭാഗൻ എന്തിനാണ് ഈ ദുരാചാരം നടത്തിയത്? എല്ലാം ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പൊ സൂതൻ പറയുന്നു, പണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ധർമ്മിഷ്ഠനും സത്യവ്രതനുമായ മഹാഭിഷക് എന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ നൃപോത്തമൻ ധാരാളം വാജപേയ യാഗങ്ങളും അശ്വമേധ യാഗങ്ങളും ചെയ്ത് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി. ഒരു ദിവസം അദ്ദേഹം
സ്വർഗത്തിലേക്ക് ചെന്നു. ആര്? മഹാഭിഷക്. അവിടെ ബ്രഹ്മസഭയിൽ ബ്രഹ്മാവിനെ കാണാൻ ധാരാളം ദേവന്മാരും അതുപോലെ അപ്സരസുകൾ എത്തിയിരുന്നു. അവരുടെ ഇടയിൽ സുന്ദരിയായ ഗംഗാദേവിയും ഉണ്ടായിരുന്നു. അവരുടെ സൗന്ദര്യം കണ്ട് ചന്ദന രാജാവ് ഭ്രമിച്ചുപോയി. അങ്ങനെ അവരുടെ മേൽപ്പുടവ കാറ്റിന്റെ സാഹസ പ്രവൃത്തി കൊണ്ട് അല്പം ഒന്ന് സ്ഥാനം ചലിക്കുകയും ചെയ്തു. ഇത് കണ്ട് വാനവർ അങ്ങോട്ട് നോക്കാതെ നിന്നു. എന്നാൽ മഹാഭിഷന്റെ കണ്ണുകൾ അവളെ തന്നെ ഉടക്കി നിന്നുപോയി. അവളും രാജാവിന് സ്ഥലകാല ബോധമില്ലാതെ പ്രേമ പാരവശ്യത്തോടെ നോക്കി നിന്നു എന്ന് വേണം പറയാൻ. അവരുടെ ഈ പ്രേമജ്യേഷ്ഠകൾ കണ്ട് കോപാകുലനായ ബ്രഹ്മാവ് അവർക്ക് ഒരു ശാപം കൊടുത്തു. എളുപ്പം ശാപം കൊടുക്കലട്ടോ. നിങ്ങൾ രണ്ടാളും ഭൂമിയിൽ പോയി ജനിക്കുക, പിന്നീട് സുഹൃതം ആർജിച്ച് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യാം. ശാപമോക്ഷവും കൂടി കൂട്ടത്തിൽ തന്നെ ചോദിക്കാതെ കൊടുത്തു. മഹാഭിഷൻ ഭൂമിയിൽ ധർമ്മിഷ്ഠനായ പൂർവംശജനായ പ്രദീപ രാജാവിന്റെ മകനായി പിറന്നു. ആ സമയത്ത് അഷ്ടവസുക്കൾ തങ്ങളുടെ ഭാര്യമാരുമായി ഉല്ലസിച്ച് രമിച്ചും കൊണ്ട് വസിഷ്ഠാശ്രമത്തിലെത്തി. ഋതു തൊട്ട് 8 വസുക്കളിൽ 8ാമനായ ദ്യോവ് എന്ന വസുവിന്റെ പത്നി വസിഷ്ഠാശ്രമത്തിലെ നന്ദിനി പശുവിനെ കണ്ട് തന്റെ ഭർത്താവിനോട് ഇത് ആരുടെ പശുവാണ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് വസിഷ്ഠന്റെ പശുവാണ്. ഈ പശുവിന്റെ പാൽ കുടിക്കുന്നവൻ 12,000 കൊല്ലം യൗവനത്തോടു കൂടി ജീവിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട ദ്യോവിന്റെ പത്നി പറഞ്ഞു, മധ്യലോകത്തിൽ ഉഷീനര രാജർഷിയുടെ പുത്രിയായി എന്റെ പ്രിയ സഖി വാഴുന്നുണ്ട്. അവൾ ഈ പശുവിന്റെ പാൽ കുടിച്ച് ജരാനരയില്ലാത്ത സുഖമായി കഴിയട്ടെ. അവൾക്ക് വേണ്ടി നന്ദിനി പശുവിനെ കുട്ടിയോടത്തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഭർത്താവിനോട്. ചില ഭർത്താക്കന്മാർ അങ്ങനെയാണല്ലോ, ഭാര്യ പറഞ്ഞ അപ്പത് അനുസരിക്കും. അവരുടെ വാക്കേട്ട് ദ്യോവ് വസിഷ്ഠൻ സമ്മതത്തിനൊന്നും കാത്തു നിൽക്കാതെ ആ പശുവിനെയും കുട്ടിയെയും കൂട്ടി മറ്റു വസുക്കളോടൊപ്പം അവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഫലമൂലാദികളൊക്കെ ശേഖരിച്ച് വസിഷ്ഠൻ ആശ്രമത്തിലെത്തി. ആശ്രമത്തിൽ നിന്നിരുന്ന പശുവിനെയും കാണുന്നില്ല, അതിന്റെ കുട്ടിയെയും കാണുന്നില്ല. അപ്പൊ അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു പോയി എന്ന് വേണം പറയാൻ. എല്ലായിടത്തും തിരഞ്ഞിട്ടും കണ്ടെത്താനാവാത്തതിൽ വസിഷ്ഠൻ രോഷാകുലനായി. രോഷമൊന്നടങ്ങിയ സമയത്ത് അദ്ദേഹം ധ്യാനിച്ചു നോക്കി. ധ്യാനത്തിൽ ജ്ഞാനദൃഷ്ടിയാൽ കാര്യം മനസ്സിലായി അദ്ദേഹത്തിന്. വസുക്കളാണ് തന്റെ പശുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ അവരെ ശപിച്ചു. എന്റെ പശുവിനെ കട്ടുകൊണ്ടുപോയ വസുക്കള് ഭൂമിയിൽ പിറക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപവിവരം പറഞ്ഞ് വസുക്കള് ദീനരായി വസിഷ്ഠന് ശരണാഗതി അടഞ്ഞു. അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിരപരാധികളല്ലേ അവരെ. അവരുടെ ദീനഭാവം കണ്ട് വസിഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളിൽ ഓരോരുത്തരും ആണ്ടുതോറും ശാപമുക്തി നേടിക്കൊള്ളൂ. എന്റെ പശുവിനെ കട്ടുകൊണ്ടുപോയത് കൊണ്ട് ദ്യോവ് മാത്രം മനുഷ്യനായി കുറേ കാലം ഭൂമിയിൽ വസിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്? വസിഷ്ഠൻ. ശാപത്താൽ ദീനത കൊണ്ട് അവർ തിരിച്ചു പോരുമ്പോൾ വഴിയിൽ ഗംഗാദേവിയെ കണ്ടു. വസുക്കള് ഗംഗാദേവിയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങൾ അമൃതം ഭുജിക്കുന്ന ദേവന്മാരാണ്. ഞങ്ങൾ എങ്ങനെയാണ് മനുഷ്യജഠരത്തിൽ പിറക്കുന്നത്? അതുകൊണ്ട് അമ്മ തന്നെ മനുഷ്യജന്മമെടുത്ത് ഞങ്ങൾക്ക് അമ്മയായി തീരൂ എന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, പ്രസവിച്ച ഉടനെ ഞങ്ങളെ ഗംഗയിലേക്ക് എറിയുകയും വേണം. അങ്ങനെ ഞങ്ങൾക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് ഇവര് പറഞ്ഞു. ഗംഗാദേവി സമ്മതം മൂടി. വസുക്കൾ തങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു. സ്വർലോക നദിയായ ഗംഗാദേവി ഓരോന്നും ചിന്തിച്ച് അവിടെ നിന്നും പോയി. വിധിയുടെ വൈപരീത്യാണ് അവർ ഗംഗാദേവി ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ സമയത്താണ് പ്രദീപസുതനായി മഹാഭിഷൻ ജനിച്ചത്. ആ പുത്രനാണ് ശന്തനു. പ്രദീപ രാജാവ് ഒരു ദിവസം ഗംഗാതീരത്തിൽ സൂര്യനെ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു വരാങ്കൻ അദ്ദേഹത്തിന്റെ വിസ്താരമായ വലതു തുടയിൽ കയറിയിരുന്നു. ഉടനെ പ്രദീപൻ ചോദിച്ചു, എന്റെ സമ്മതം കൂടാതെ എന്റെ മടിയിൽ വന്നിരിക്കാൻ കാരണം എന്താണ്? അങ്ങ് ആരാണ് ചോദിച്ചു. അല്ലയോ ഗുരുശ്രേഷ്ഠ, ഞാൻ കാമബാണമേറ്റ് സഹിക്കാതെ അങ്ങയുടെ മടിയിൽ സ്വയം കയറിയിരുന്നതാണ്. എന്നെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, യൗവനം കൊണ്ട് സുന്ദരിയായ അവളോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാമാവേശത്തിൽ അന്യ സ്ത്രീകളെ സ്വീകരിക്കാറില്ല. ആ കൂട്ടത്തില് പെട്ട ആളല്ല ഞാൻ. ഫലത്തെ തുട മക്കൾക്കും പുത്രവധുക്കൾക്കും ഉള്ളതാണ്.
ഞാനൊരു പുത്രനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. നിന്റെ പുണ്യം കൊണ്ട് എനിക്കൊരു പുത്രൻ ഉണ്ടാകും. നീ അവന് വിവാഹം കഴിച്ച് എൻ്റെ സുനൂഷയാകുക, അതായത് പുത്രവധുവാകുക എന്ന് പറഞ്ഞു. ആ ലാവണ്യവതി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇവര് ചോദിച്ചിട്ടുണ്ട്, ഈ ഗംഗാദേവി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭൂമിയിൽ ആരുടെ മക്കളായി ജനിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ. ആരോട്? ഇവരോട്, വസുക്കളോട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശന്തനുവിന്റെ മക്കളാവാനാണ് ഞങ്ങൾക്ക് താല്പര്യം, ഇഷ്ടം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലാവണ്യവതി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. രാജാവാകട്ടെ അവളെ തന്നെ ആലോചിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. അവൻ വളർന്ന് താരുണ്യം പ്രാപിച്ചപ്പോൾ അവന് നായാട്ടിനായി കാട്ടിലേക്ക് പോകാൻ മോഹം തോന്നി. നായാട്ടിന് പോകാൻ സമ്മതം ചോദിച്ചു വന്ന മകനോട് പ്രദീപ രാജാവ് സുന്ദരിയായ പെൺകുട്ടി തന്നെ മടിയിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുത്ര, നീ കാട്ടിലെ സുന്ദരിയായ അവളെ കാണുകയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോന്നോളൂ കേട്ടോ, എനിക്ക് യാതൊരു വിഷമവുമില്ല, അതിന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരുടെ സമ്മതമൊന്നും നോക്കണ്ട, നീ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ധർമ്മപത്നിയെ സ്വീകരിച്ചാലും സൗഖ്യം വന്നു ഭവിക്കും നിനക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സൂതൻ പറയുന്ന കഥ. മകന് കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം രാജാവ് രാജ്യഭാരം മകനെ ഏൽപ്പിച്ച് വനാന്തരത്തിൽ പോയി തപസ് ചെയ്ത് ജഗദംബയെ പ്രസാദിപ്പിച്ചു. തേജസ്വിയായ പ്രദീപ രാജാവ് ദേഹം ത്യജിച്ച് സ്വർലോകം പോയി. തേജസ്വിയും ധർമ്മതൽപരനുമായ ശന്തനു രാജാവ് സാർവഭൗമത്വം ആർജിച്ച് രാജ്യഭരണം സുഗമമായും കാര്യക്ഷമമായും നടത്തി. അങ്ങനെ ശന്തനു വിവാഹം എന്ന 3-ാം അധ്യായം നമ്മൾ ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. നാളെ നമുക്ക് വസുക്കളുടെ ഉൽപ്പത്തിയാണ് പറയാനുള്ളത്. ഇന്നത്തെ ഭാഗം ഇങ്ങനെ സമർപ്പിച്ച് നാളെ ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെ നമുക്ക് പറയാം. ഇന്നത്തെ ഭാഗം സമർപ്പിച്ചു. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.